മലങ്കര സഭയ്ക്ക് എന്നെന്നും അഭിമാനിക്കാവുന്ന ആത്മീയ ചൈതന്യം പരത്തി പ്രകൃതി ഉറങ്ങുന്ന മുളന്തുരുത്തി പ്രദേശത്തെ കർമ്മേൽ ദേറ. ആ പുണ്യഭൂമിയിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ അധസ്ഥിതർക്കും പാവങ്ങൾക്കും തൻ്റെ ജീവിതം നൽകി ക്രിസ്തു ദൗത്യം പൂർത്തിയാക്കിയ പുണ്യശ്ലോകനായ പത്രോസ് മാറോസ്താത്തിയോസ് തിരുമേനിയുടെ കബറിടം. തൻ്റെ ദൗത്യം പൂർത്തിയാക്കുവാൻ താൻ സ്ഥാപിച്ച സ്ലീബാദാസ സമൂഹത്തിൻ്റെ ആസ്ഥാനം. ഈ പുണ്യഭൂമിയിലേക്കും പുണ്യപുരുഷന്റെ ജീവിത പ്രഭാവങ്ങളിലേക്കും ഒന്നെത്തി നോക്കുവാൻ ശ്രമിക്കുകയാണ് ഈ നിമിഷങ്ങളിലൂടെ. തൃപ്പൂണിത്തുറയിലെ പ്രശസ്തമായ മൂക്കഞ്ചേരി കുടുംബത്തിലാണ് ഈ പുണ്യപിതാവിൻ്റെ ജനനം. മൂക്കഞ്ചേരിൽ ചെറിയാൻ പുരവത്തിൻ്റെയും കൂളിയാട്ടിൽ കുഞ്ഞാമറിയത്തിൻ്റെയും 9ാമത്തെയും ഒടുവിലത്തെയും പുത്രനായി 1886 ജൂൺ 20 തിരുമേനി ജനിച്ചു. പഠിക്കുവാൻ മിടുക്കനായിരുന്ന കൊച്ചുപിള്ള 4ാം ഫോറത്തിൽ 1ാമനായി ജയിക്കുകയും 5ാം ഫോറത്തിൽ രാമവർമ്മ മഹാരാജാവിൽ നിന്ന് പുസ്തകങ്ങൾ സമ്മാനമായി വാങ്ങുകയും ചെയ്തു. ഉയർന്ന വിദ്യാഭ്യാസ നിലവാരം നിലനിന്നിരുന്ന ആ കാലഘട്ടത്തിൽ കൊച്ചുപിള്ള ആദ്യ വർഷം തന്നെ മെട്രിക്കുലേഷൻ റാങ്കോടുകൂടി പാസ്സാവുകയുണ്ടായി. തുടർന്ന് മഹാരാജാസ് കോളേജിൽ FAക്ക് ചേർന്നു. BA തൃശ്ശിനാപ്പള്ളി സെന്റ് ജോസഫ് കോളേജിൽ നിന്നും LT തിരുവനന്തപുരത്ത് നിന്നും പാസ്സായി. തുടർന്ന് തൃപ്പൂണിത്തുറ, ഞാറയ്ക്കൽ എന്നീ ഹൈസ്കൂളുകളിൽ MP പീറ്റർ ജോലി നോക്കി. പ്രമോഷനോടുകൂടി എറണാകുളം മഹാരാജാസ് ഹൈസ്കൂളിലേക്ക് സ്ഥലം മാറ്റം. തീണ്ടലും തൊടിയിലും ജാതിമത ഭ്രാന്തും നിലനിന്നിരുന്ന ആ കാലഘട്ടത്തിൽ സ്യൂട്ട് ധരിച്ച് പീറ്റർ മാസ്റ്റർ പുലക്കുട്ടികളോടൊപ്പം നിൽക്കുന്ന ഫോട്ടോയുടെ മിഴിവ് ഇന്നും തെല്ലും മങ്ങിയിട്ടില്ല. മൂക്കഞ്ചേരിയിലെ കൊച്ചുപിള്ളയെ മലങ്കര സഭയുടെ മിഷണറി മെത്രാപ്പോലീത്തയായി വളർത്തിയെടുക്കുന്നതിൽ സിറിയൻ വിദ്യാർത്ഥി പ്രസ്ഥാനം സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. 1908 ജനുവരിയിൽ പ്രഥമ സമ്മേളനത്തിൽ 22ാം വയസ്സിൽ പങ്കെടുത്ത തിരുമേനി 1966 വരെ നടന്ന എല്ലാ സമ്മേളനത്തിലും പങ്കെടുത്തിട്ടുള്ള ഏക വ്യക്തിത്വമാണ്. ആദ്യ സമ്മേളനത്തിൽ ഫാദർ ഹോംസിന്റെ പ്രസംഗം MP പീറ്ററിന്റെ ജീവിതത്തിലെ സുപ്രധാന വഴിത്തിരിവായി. അയോഗ്യനായ തന്നെ മശിഹായുടെ നിത്യപുരോഹിതനാക്കി മാറ്റി എന്ന് അദ്ദേഹം ആത്മാവിൽ കുറിച്ചിട്ടു. യുവാവായ MP പീറ്ററിൽ വളരെയേറെ ആത്മസംഘർഷമുളവാക്കിയ തീരുമാനമായിരുന്നു തൻ്റെ ഷെമ്മാശപ്പട്ട സ്വീകരണം. തൻ്റെ കുടുംബത്തിൻ്റെ ആഗ്രഹം കൊച്ചി സർക്കാരിലെ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തനിക്ക് ലഭിക്കാവുന്ന ഉന്നത ഉദ്യോഗസ്ഥാന ലബ്ധി, തൻ്റെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കെല്ലാം ലോഭമെന്നെ പണം ചെലവാക്കിയ കൊച്ചു ജ്യേഷ്ഠൻ്റെ ആഗ്രഹം, ഇവയെല്ലാം ഒരു വശത്ത്. മറുവശത്ത് ഫാദർ ഹോംസ് മുഖാന്തരം ലഭിച്ച ദൈവവിളി. ഉറങ്ങാനാവാതെ സംഘർഷഭരിതനായി മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിയ കൊച്ചുപിള്ളയെ കണ്ട് വേലക്കാരൻ ചാണ്ടി അമ്പരന്നു. സൂര്യൻ കിഴക്കുദിച്ചപ്പോൾ കൊച്ചുപിള്ള തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു. ചാണ്ടി മുഖേന വിവരങ്ങൾ അറിഞ്ഞ സഹോദരൻ MP വർക്കി പരിമലയിൽ താമസിച്ചിരുന്ന വട്ടശ്ശേരിൽ മാർ ദിവന്നാസിയോസ് തിരുമേനിക്ക് കമ്പിയടിച്ചു. പീറ്ററിന് പട്ടം കൊടുക്കരുത്. പക്ഷേ ദൈവഹിതം മറ്റൊന്നായിരുന്നു. പട്ടം കൊട കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ആ കമ്പി ലഭിച്ചത്. സുവിശേഷ വേലയ്ക്കായി സമർപ്പിക്കപ്പെട്ട ജീവിതമായിരുന്നു MP പീറ്ററിൻ്റേത്. പട്ടമേറ്റ ശേഷം സെറാംപൂരിൽ 3 വർഷം BDക്ക് പഠിച്ച് ഡിഗ്രി എടുത്ത ശേഷം തൻ്റെ സുവിശേഷ വേലയ്ക്കായി പണം സംഭരിക്കുവാൻ ഒരു BA BD LT കാരൻ ചരിത്രം പഠിപ്പിക്കുവാൻ തയ്യാർ. മാസം 100 രൂപ ശമ്പളം കിട്ടണമെന്ന് പറഞ്ഞ് ഒരു പരസ്യം കൊടുത്തു. 3ാം ദിവസം ജോലി ലഭിച്ചു. ചില കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് കിട്ടി വന്ന ചെറിയ വരുമാനം 30-40 രൂപ കൊണ്ടായിരുന്നു ജീവിതാവശ്യങ്ങൾ നിർവഹിച്ചിരുന്നത്. അവിടെ നിന്ന് ജോലി രാജിവെച്ച് തൻ്റെ ചിരകാല പ്രതീക്ഷയായ മിഷൻ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ 7000 രൂപ ബാങ്കിൽ നിക്ഷേപമുണ്ടായിരുന്നു. ട്യൂഷൻ എടുത്തതിന് തെലുങ്ക് വിദ്യാർത്ഥി സമ്മാനിച്ച കുതിരപ്പവൻ മോതിരമാണ് ആദ്യകാലത്ത് മാന്തുരുത്തയിലെയും മുളന്തുരുത്തിയിലെയും കോലഞ്ചേരിയിലെയും പുതുക്രിസ്ത്യൻ സ്ത്രീകൾക്കുള്ള വിവാഹം മിന്നായി മാറ്റിയത്. 60 വർഷങ്ങളോളം ദൈർഘ്യമേറിയ ആത്മീയ സഭാ ജീവിതപാതയിൽ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ തൻ്റെ കാലിന് ദീപവും പാതകൾക്ക് പ്രകാശവുമായി അദ്ദേഹം ജീവിച്ചു. ജീവിത സുഖ സൗകര്യങ്ങളോ പദവികളോ സമ്പത്തോ ഒന്നിനും ക്രിസ്തുവിന് വേണ്ടിയുള്ള സഹനപാതയിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുവാനായില്ല. കാടും മലയും കാൽനടയായി സഞ്ചരിച്ച് വിശപ്പും ദാഹവും സഹിച്ച് അപമാനവും കല്ലേറും സന്തോഷത്തോടെ ഏറ്റുവാങ്ങി. ദൈവത്തെ അറിയാതെ ജീവിച്ചിരുന്ന അധകൃതരും പാവങ്ങളുമായ മൃഗതുല്യരായി ജീവിച്ചിരുന്ന മനുഷ്യരെ തേടി ഈ പുണ്യപുരുഷൻ ഈ മണ്ണിലൂടെ നടന്നു. ഈ പുണ്യഭൂമിയിൽ
അതിനു മുൻപോ അതിനുശേഷമോ ദർശിക്കാത്ത ആത്മദാഹത്തോടെ ക്രിസ്തുവിനു വേണ്ടി 10,000 അധകൃത വർഗക്കാരെ, ആത്മാക്കളെ അദ്ദേഹം നേടിയെടുത്തു. ചേങ്ങലയും വഹിച്ച് വിധവമാർക്കുള്ള തുണിയും ചുമന്ന് തൻ്റെ സഹായിയായിരുന്ന ഫിലിപ്പോസ് ശമ്മാശനെയും കൂട്ടി പള്ളികൾ തോറും പലപ്പോഴും അപമാനിതരായി യേശുവിൻ്റെ പാവപ്പെട്ടവരെ തേടി നടന്ന ഒരു സഭാപിതാവിനെ നമുക്ക് മറ്റെവിടെ കാണുവാനാകും? എല്ലാം സ്ലീബാദാസ സമൂഹത്തിന് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത പ്രമാണം. ഒരു കാറ് വാങ്ങണമെങ്കിൽ അതിനാവശ്യമായ തുക നൽകാമെന്നുണർത്തിച്ച വ്യക്തിയോട് കാറ് വാങ്ങാമെന്ന വ്യവസ്ഥയിൽ എനിക്ക് ആ ധനം വേണ്ട, തരുന്ന പക്ഷം അത് കാർ ഫണ്ടിൽ ചേർത്ത് സൂക്ഷിക്കുകയും സ്ലീബാദാസ സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യും എന്നായിരുന്നു മറുപടി. വാർദ്ധക്യത്തിലും തൻ്റെ ഊന്നുവടിയും കുത്തി വാഹന സൗകര്യമില്ലാത്ത മലബാർ മേടുകളിൽ കിലോമീറ്ററുകൾ താണ്ടി പള്ളികൾ തോറും ഈ വന്യപിതാവ് യാത്ര ചെയ്തിരുന്നു എന്നത് നമ്മെ നിശ്ചയമായും അത്ഭുതപ്പെടുത്തും. വട്ടശ്ശേരിൽ തിരുമേനിയുടെ ആഗ്രഹമായിരുന്നു പത്രോസ് അച്ഛൻ മെത്രാനാകണമെന്നത്. 1926 വട്ടശ്ശേരിൽ തിരുമേനി പഴയ സെമിനാരിയിൽ വിളിച്ചു വരുത്തി അച്ഛനോട് ഈ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ തൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഇതൊരു തടസ്സമാകുമെന്ന് കരുതിയ അച്ഛൻ വളരെ ശ്രമപ്പെട്ട് വട്ടശ്ശേരിൽ തിരുമേനിയുടെ ആഗ്രഹത്തെ നിരുത്സാഹപ്പെടുത്തി. തിരിച്ചു പോകുന്ന വേളയിൽ തൻ്റെ സഹായിയായ പി വർക്കിയോട് അത്യാവശ്യമെന്ന് വന്നാൽ 60 വയസ്സിന് ശേഷം താൻ സ്വീകരിക്കാമെന്നും പറയുകയുണ്ടായി. ദൈവഹിതപ്രകാരം 57 വയസ്സിൽ അച്ഛൻ റംബാനാവുകയും 10 വർഷങ്ങൾക്ക് ശേഷം 67 വയസ്സിൽ 1953 മലങ്കര സഭയുടെ മെത്രാപ്പോലിത്തയായി അവരോധിക്കപ്പെടുകയും ചെയ്തു. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ വ്യവഹാര ചുഴയിൽ മുങ്ങിയും പൊങ്ങിയും ആടിയുലഞ്ഞ സഭാനൗകയ്ക്ക് ലോകത്തിന് മുൻപിൽ കാഴ്ചവെക്കുവാൻ ലഭിച്ച നക്ഷത്രമായിരുന്നു സ്ലീബാദാസ സമൂഹം. സ്ലീബാദാസ സമൂഹത്തിൻ്റെ സ്ഥാപകനായിരുന്നു തിരുമനസ്. അധസ്ഥിതർക്ക് നീതി ലഭിക്കുക എന്നതായിരുന്നു ഒസ്താത്യോസ് തിരുമേനിയുടെ ജീവിത ലക്ഷ്യം. മലങ്കര സഭയ്ക്ക് ഉന്നതമായ ഒരു ക്രൈസ്തവ ദൗത്യം നിറവേറ്റുവാനുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. സ്ലീബാദാസ സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ അധസ്ഥിതരെയും പാവപ്പെട്ടവരെയും സഹായിക്കുക, മിഷൻ പ്രവർത്തകരെ പരിശീലിപ്പിച്ച് പ്രവർത്തന രംഗങ്ങളിലേക്ക് അയക്കുക, സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ളവരുടെ ജീവിത നിലവാരം ഉയർത്തുക, അവർക്ക് നീതി ലഭ്യമാക്കുക, സാമൂഹിക അനാചാരങ്ങളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും അവരെ മോചിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വന്യപിതാവ് അക്ഷീണം പരിശ്രമിക്കുകയുണ്ടായി. ഇന്ത്യയെ കണ്ടെത്തുവാൻ ശ്രമിച്ച മിഷണറിയായിരുന്നു പുണ്യപിതാവ്. മാർ തോമസ് ലീഹായാൽ 1-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട നമ്മുടെ സഭയ്ക്ക് സ്വതന്ത്ര ഭാരതത്തെ മിശിഹായുടെ ഭരണത്തിലേക്ക് കൊണ്ടുവരുവാൻ അപ്പോസ്തോലിക വിളിയുണ്ട് എന്ന വിശ്വാസത്തിലൂന്നി 1949 ജൂലൈ 1 മുതൽ 66 ദിവസം നീണ്ട മിഷണറി യാത്ര നടത്തി. പുരോഗമനത്തിൽ നിന്ന് പുരോഗമനത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ബാഹ്യ കേരള ഭദ്രാസനങ്ങളുടെ പ്രാരംഭദശയിൽ തിരുമേനിയുടെ മിഷണറി യാത്രകൾ വളരെ ഉപകാരപ്രദമായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. ആരാധന സുറിയാനി ഭാഷയിലായിരുന്നതുകൊണ്ട് സാധാരണക്കാർക്ക് മനസ്സിലാക്കുവാൻ വളരെ വിഷമമായിരുന്നു. സുറിയാനിയിൽ എഴുതി വച്ചിരിക്കുന്ന വിശുദ്ധ ഏവങ്കേലിയോൻ ഭാഗം തത്സമയം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് വായിക്കണമെന്ന ചട്ടം പുരോഹിതന്മാരെയും വിഷമിപ്പിച്ചിരുന്നു. ഇതിനൊരു മാറ്റം വരുത്തുവാൻ MP പത്രോസ് ശമ്മാശനും പുലിക്കോട്ടിൽ ജോസഫ് ശമ്മാശനും ശ്രമിച്ചു. പലരുടെയും എതിർപ്പുകൾ അവഗണിച്ച് 1917 ആരാധന സ്വഭാഷയിൽ എന്നൊരു പ്രസ്ഥാനത്തിന് തന്നെ രൂപം നൽകിക്കൊണ്ട് ഇവർ ഇതിനായി പോരാടി. തൽഫലമായി മലയാളത്തിൽ ആദ്യമായി പ്രമിയോനുകൾ, കൂദാശക്രമങ്ങൾ, കുർബാന തക്സ, ആണ്ട് തക്സ മുതലായവയുടെ മലയാള തർജ്ജമകൾ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചു. 1968 ജനുവരി 14-ാം തീയതി ഞായറാഴ്ച കലശലായ നെഞ്ചുവേദനയെ തുടർന്ന് എറണാകുളത്ത് ലിസി ആശുപത്രിയിൽ തിരുമനസിനെ പ്രവേശിപ്പിച്ചു. ഹൃദ്രോഗബാധയും ന്യൂമോണിയയും തിരുമേനിയെ അലട്ടി. ഫെബ്രുവരി 2 സഭയാകമാനം മായിൽത്തോ ക്രിസ്തുവിൻ്റെ ദേവാലയ പ്രവേശനം ആചരിക്കുന്ന ദിനം. വെളുപ്പിന് 2 മണി മുതൽ തീരെ കിടക്കാനാകാതെ പല തലയണകൾ അടുക്കി വെച്ച് അതിൽ ചാരിക്കിടത്തി. എങ്കിലും ഒരു സുഖവും ലഭിച്ചില്ല. ഒടുവിൽ സ്ലീബാദാസൻ ദാനിയേലിൻ്റെ നെഞ്ചത്ത് ചാരിക്കിടക്കുകയും ഫിലിപ്പോസ് കൊറപ്പിസ്കോപ്പ അച്ഛൻ നെഞ്ച് തടവുകയും ചെയ്തു. അല്പസമയം കഴിഞ്ഞ്
3 പ്രാവശ്യം കുരിശു വരച്ച് തൻ്റെ പ്രാണനെ ദൈവകരങ്ങളിൽ അർപ്പിച്ച് എന്നേക്കുമായി നമ്മോട് വിട പറഞ്ഞു. 82 സംവത്സര കാലത്തെ തൻ്റെ പരദേശ പ്രയാണത്തിലൂടെ തൻ്റെ കർത്താവിൻ്റെ ദൗത്യം പൂർത്തീകരിച്ച് അനേകായിരങ്ങളെ ക്രിസ്തുവിലേക്ക് നയിച്ച ഈ വന്യപിതാവ് മുളന്തുരുത്തി കർമ്മേൽ ദേറായിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഇന്നും അനേകായിരങ്ങൾക്ക് അഭയവും പ്രകാശ സ്രോതസ്സുമായി പ്രശോഭിക്കുന്നു.